പ്രിയപ്പെട്ടവരെ, ഈ സെഷൻ കവിതയ്ക്കുണ്ടോ അതിർവരമ്പുകൾ എന്ന ശീർഷകത്തിലുള്ള ഈ സെഷൻ മറ്റൊരു രീതിയിലാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. ആ രീതിയിലാണ് ഞാൻ ഈ സെഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതൊരു സംവാദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലല്ല എന്നോട് പറഞ്ഞത്. സാധാരണ പരമ്പരാഗതമായ രീതിയിൽ സ്വാഗതം പറഞ്ഞ് ഒരു പ്രഭാഷണം എന്ന രീതിയിൽ ഇത് മുന്നോട്ട് നയിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോഴതൊരു സംവാദ രൂപത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് സദസ്സിനോട് പറയുകയാണ്. ടി.പി. രാജീവനെ കുറിച്ച് പറഞ്ഞാലല്ലാതെ ഈ സംവാദം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രാജീവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ ശീർഷകത്തിൻ്റെ മേഖലയിലേക്ക് വരാമെന്ന് കരുതുന്നു. ആയില്ല, രാജീവനെ ടി.പി. രാജീവൻ എൻ്റെ നാട്ടുകാരൻ എന്ന് മാത്രമല്ല, എൻ്റെ വീടിൻ്റെ 4-5 പറമ്പുകൾക്ക് അപ്പുറത്ത് ജീവിച്ച കവിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അതുകൊണ്ട് രാജീവനെ നേരിട്ടറിയാമായിരുന്നു. രാജീവൻ്റെ വലിയൊരു മഹത്വം എന്ന് പറയുന്നത്, എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലയളവിൽ തന്നെ രാജീവൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ രാജീവൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം താൻ എഴുതി വെച്ച കവിത എനിക്ക് വായിച്ചു തരിക എന്നതായിരുന്നു. കവിതയെക്കുറിച്ച് അവിദഗ്ധമായ ധാരണകൾ മാത്രമുള്ള എനിക്ക് അതറിയാവുന്ന രാജീവൻ താൻ എഴുതി വെച്ച കവിത എപ്പോഴും പരിചയപ്പെടുത്താൻ സന്നദ്ധനായി മുന്നോട്ട് വന്നിരുന്നു. കണ്ണട എന്ന് പറയുന്ന കവിത ഞാൻ അങ്ങനെ ആദ്യമായിട്ട് രാജീവനിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിരുപാധികമായിട്ടുള്ള ഒരു ഇടപെടൽ, ഉപാധികളില്ലാതെ എല്ലാവരുമായിട്ടുള്ളൊരു ഇടപെടൽ എൻ്റെ ചെറിയ എളിയ കാലത്ത് തന്നെ രാജീവനിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു ലോകത്ത് നിന്നുകൊണ്ട് ഞാൻ പാരൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സഹപ്രവർത്തകരായിരുന്നിട്ടുണ്ട്. രാജീവൻ എപ്പോഴും സംസാരിക്കാറുള്ളത് കവിതയെക്കുറിച്ച് മാത്രമായിരുന്നു. രാജീവൻ പാലേരി മാണിക്ക് എഴുതുന്ന ആ അവസരത്തിൽ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തെഴുതിയാലും തിരക്കഥയാവട്ടെ, നോവലാവട്ടെ, കഥകളാവട്ടെ, എൻ്റെ തട്ടകം കവിതയാണ്. കവിതയാണ് എൻ്റെ തട്ടകം, എൻ്റെ മേഖല കവിതയാണ്. അത് വിട്ട് എനിക്ക് മറ്റൊരു ലോകമില്ല. കാരണം തൻ്റെ അനുഭവങ്ങൾ ആവിഷ്കരിക്കുവാൻ ഏറ്റവും സൂക്ഷ്മമായ സാഹിത്യരൂപം കവിതയാണെന്ന് രാജീവൻ എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിർവരമ്പുകളില്ലാത്ത കവിതയുടെ ഒരു ലോകം രാജീവൻ തൻ്റെ കവിതകളിലൂടെ ആവിഷ്കരിച്ചു. ആ അതിർവരമ്പുകളില്ലാത്ത ലോകം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം തന്നെയായിരുന്നു. രാജീവൻ്റെ ഓരോ കവിതയും സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ മുഖവരയോടെ ഈ സംവാദത്തിൽ സംസാരിക്കാൻ വേണ്ടി മലയാളത്തിൻ്റെ പ്രിയ കവി ഷീജ വക്കത്തോട് ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ബാബുരാജ് മാഷ്, സദസ്സിലുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരെ, കാവ്യാസ്വാദകരെ, നമസ്കാരം. ഏതെങ്കിലും ഒരു ജലപ്രതലം ശരിക്ക് അതിന് മുകളിലുള്ള ആകാശത്തെ പ്രതിഫലിപ്പിക്കും. കവിതയും അതുപോലെ അതിനു ചുറ്റുമുള്ള ജീവിതത്തെ പ്രതിഫലിപ്പിക്കും. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി നേരെ മുകളിലുള്ളതല്ല, ഒരിക്കലും കാണാത്ത, ഒരുപക്ഷെ ഒരിക്കലും കാണാൻ ഇടയില്ലാത്ത ജീവിതത്തെ കൂടി, കാഴ്ചകളെ കൂടി നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്നതാണ് മനുഷ്യൻ്റെ ഭാവന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്. മനസ്സത്രത്തോളം ഡൈവേഴ്സായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ലീലയായിട്ടുള്ള കവിതയ്ക്ക് അതിർവരമ്പുകളുണ്ടോ, ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരു അതിർവരമ്പും ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാത്തരം ജാതി മതഭേദങ്ങളെല്ലാം അതിവർത്തിച്ചുകൊണ്ട് കവിത സഞ്ചരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ജീവിതം തന്നെ പല പല വേലിക്കെട്ടുകൾക്കിടയ്ക്ക് ചുറ്റപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം അതിർവരമ്പുകളുണ്ടോ
അതെല്ലാം കവിതയിലും സാഹിത്യത്തിലും പ്രതിഫലിച്ചേ മതിയാവും. പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എഴുത്തിൻ്റെ മേഖലയിൽ എന്തെഴുതാം, എന്തെഴുതിക്കൂടാ. സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിൽ, എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളിലെല്ലാം നിരന്തരം ശക്തമായ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. ഇന്നും അത് പൂർണ്ണമായും ഭേദിക്കപ്പെട്ടിട്ടില്ല. 1950കളിൽ ഒരു ഫിസിസ്റ്റ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്. ബട്ട് വേർ ഇസ് എവറിബഡി എന്നായിരുന്നു ആ ചോദ്യം. ബട്ട് വേർ ഇസ് എവറിബഡി, എല്ലാവരും എവിടെയാണ്? എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫിസിസ്റ്റ് ആണ് ആ ചോദ്യം ചോദിച്ചത്. വളരെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചതാണ്. ഫെർമീസ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയത്തോട് അനുബന്ധിച്ചിട്ടാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. നമ്മൾ ഈ വലിയ സൂക്ഷ്മദർശിനികളിലൂടെയൊക്കെ, ദൂരദർശിനികളിലൂടെയൊക്കെ പ്രപഞ്ചത്തെ കാണുമ്പോൾ അനന്തമായ പ്രപഞ്ചത്തിൽ 1000 അല്ലെങ്കിൽ കോടിക്കണക്കിന് കുത്തുകൾ പോലെ ഗ്രഹങ്ങളും താരാപഥങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും കാണുമ്പോൾ അതിലൊരു മൊട്ടുസൂചിയുടെ പോലും വലിപ്പമില്ലാത്ത, അത്ര പോലും കൊള്ളാത്ത ഒരു ചെറിയ ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മളെപ്പോലെ ഉള്ള മനുഷ്യർ അല്ലെങ്കിൽ ജീവികൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇല്ലാതിരിക്കും? അവരെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ബട്ട് വേർ ഇസ് എവറിബഡി, എല്ലാവരും, മറ്റുള്ളവരൊക്കെ എവിടെയാണ് എന്ന്. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും അവരെ കാണാൻ പോകുന്നില്ല, കണ്ടെത്താൻ പോകുന്നില്ല. നമ്മുടെ ഒരു സങ്കല്പം മാത്രമായിരിക്കാം അവര്. നമ്മുടെ സാഹിത്യത്തിൻ്റെ പിൻതലമുറകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതേ ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നത് നമുക്ക് കാണാം. ബട്ട് വേർ ആർ ദ അതേഴ്സ്, മറ്റുള്ളവരെവിടെയായിരുന്നു? കവിത്രയങ്ങളുണ്ടായിരുന്നു, ഇതിഹാസകാരന്മാരുണ്ടായിരുന്നു, എഴുതപ്പെട്ട രേഖകളിലെല്ലാം പുരുഷ നാമധേയങ്ങൾ ഉണ്ടായിരുന്നു. സർഗാത്മകതയുള്ള ഒരു സ്ത്രീ, ഒരു ഭിന്നലിംഗം, അരികുവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി എവിടെയാണ്? നമ്മുടെ ചരിത്രത്തിൽ അവരെവിടെയാണ് എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ചോദ്യം ആയിട്ട് ഉയർന്നു കേൾക്കും. അവർക്ക് ശബ്ദമില്ലാതിരുന്നിട്ടല്ല, സർഗാത്മകത ഇല്ലാതിരുന്നിട്ടല്ല, പക്ഷേ അവരുടെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ശബ്ദങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുന്നേ അടിച്ചമർത്തപ്പെടുകയോ അല്ലെങ്കിൽ അവയെ കേൾക്കാൻ ആളില്ലാതാവുകയോ ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അത് വലിയ അതിർവരമ്പുകളുടെ, സാഹിത്യത്തിൽ മറ്റെല്ലാ മേഖലകളിലും പോലെ വലിയ അതിർവരമ്പുകളുടെ വ്യക്തമായ തെളിവുകളാണ്. പലപ്പോഴും നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള സങ്കല്പം, ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ച് വളർന്നു വരിക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അനുവർത്തിച്ചു പോകുന്നത്. ആ രൂപകങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തുന്ന സ്ത്രീയാണ് ഉത്തമയായ സ്ത്രീ എന്ന ആ ബോധത്തിനെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങളെ, സ്വന്തം സ്വാതന്ത്ര്യങ്ങളെ, സ്വന്തം സർഗാത്മകതകളെ ഞെരിച്ചമർത്തപ്പെടേണ്ടുന്ന ഒരു വലിയ ശതമാനം സ്ത്രീകൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ എന്ന പദത്തിൻ്റെ അമിതമായ വിശുദ്ധീകരണമാണ്. നമുക്കൊരു ചിന്തയുണ്ട്, അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, പരമപവിത്രമായ ഒരു വസ്തുതയാണ്, അതിനോട് ചേർന്ന് നിൽക്കണം എല്ലാ സ്ത്രീ സങ്കല്പങ്ങളും എന്നുള്ളതാണ്. ബോധലേറിൻ്റെ ഒരു പ്രശസ്തമായ കഥയുണ്ട്, ചരട് എന്നാണ് ആ കഥയുടെ പേര്. എഡ്വേർഡ് മാനെ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ തന്തു എന്ന് പറയുന്നത്. ഈ ചിത്രകാരന് ഒരു മോഡലായിട്ട് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അലക്സാണ്ടർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ചെറിപ്പൂക്കൾ പിടിച്ചു നിൽക്കുന്ന കുട്ടി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ അലക്സാണ്ടറാണ്. ഒഴിഞ്ഞൊരു സ്ഥലത്താണ് മാനെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പുൽമേടുകളിൽ കളിക്കാൻ വന്നിരുന്ന ഈ കുട്ടി, വളരെ കുറുമ്പ് നിറഞ്ഞ, കുസൃതി നിറഞ്ഞ മുഖമുള്ള ഈ കുട്ടിയെ അദ്ദേഹം പലതവണ മോഡലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ക്യുപ്പിഡായിട്ട്, അല്ലെങ്കിൽ ജിപ്സി പയ്യനായിട്ട്, അതല്ലെങ്കിൽ യേശുക്രിസ്തുവായിട്ട്, അങ്ങനെ പല ചിത്രങ്ങൾക്ക് മോഡലായിട്ട് ഈ പയ്യൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. അവനെ കൊണ്ട് അദ്ദേഹം കുരിശു ചുമപ്പിച്ചു, മുൾക്കിരീടം അണിയിച്ചു, പല വിധത്തിലുള്ള വേഷവിധാനങ്ങളിൽ അണിയിച്ചൊരുക്കി. അങ്ങനെ വളരെ താല്പര്യം ഈ കുട്ടിയോട് തോന്നിയപ്പോൾ ഇദ്ദേഹം അവൻ്റെ സാധുക്കളായ മാതാപിതാക്കളോട് ചോദിച്ചു, എനിക്ക് ഇവനെ തരാമോ? ഞാൻ ഒരു ചെറിയ തുക ശമ്പളം കൊടുക്കാം, ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാം, എൻ്റെ ഒരു കയ്യാളായി നിന്നാൽ മാത്രം മതി, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കും.
അങ്ങനെ ഈ കൊച്ചിനെ കൊണ്ടുപോകും. പക്ഷെ ചില അവസരങ്ങളിൽ പ്രായത്തിൽ കവിഞ്ഞ വിഷാദം ഈ കുട്ടിയുടെ മുഖത്ത് കാണാം. മദ്യത്തോടുള്ള ഒരു അത്യാസക്തി ആ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടി കാണിച്ചു. ഒരു ദിവസം ഇങ്ങനെ മദ്യം കവർന്നെടുത്തത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം വഴക്ക് പറയുമ്പോൾ കുട്ടി വളരെ വിഷമിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് മുറി തുറന്നു നോക്കുമ്പോൾ ഈ കുട്ടി കഴുക്കോലിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ഒരു ചരടിൽ തൂങ്ങി നിൽക്കുക, മരിച്ചു, ആത്മഹത്യയാണ്. ആ തൂങ്ങിക്കിടന്ന ചരട് അയാളുടെ കഴുത്തിൽ മുറുകിയിട്ട് കഴുത്തിലെ മാംസത്തിൽ താഴ്ന്നു പോയിരിക്കുകയാണ്. അതിനി മുറിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുള്ള തരത്തിൽ ഇയാൾ ആകെ പരിഭ്രമിച്ചു. ഈ കുട്ടിയുടെ അച്ഛനമ്മമാരോട് എന്താണ് പറയുക? അച്ഛനോട് വിവരം ചെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, നന്നായി, ഇവനൊന്നും അല്ലെങ്കിലും നന്നാവാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ അവസാനിച്ചത് നന്നായി. അമ്മയോട് ഈ വിവരം പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഇത് ചെന്ന് ഒരു കുട്ടിയുടെ അമ്മയോട് പറയുക? അമ്മ അത് കേട്ടിട്ട് കല്ല് പോലെ നിന്നു. ഒരു തുള്ളി കണ്ണീര് പോലും ഇല്ലാതെ ആ സ്ത്രീ മകന്റെ മരണവാർത്ത, ആത്മഹത്യാ വാർത്ത കേട്ട് നിൽക്കുകയാണ്. ശവമടക്കിന്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഈ അമ്മ ആ സ്റ്റുഡിയോയിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ കാണണം. വളരെ സങ്കടകരമായ ഒരു രംഗമാണ്. മകന്റെ മൃതദേഹം അമ്മ കണ്ടു. എൻ്റെ കുട്ടി തൂങ്ങി നിന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് ആ സ്ഥലം കാണണം. ഇയാൾ ആകെ പരിഭ്രമിച്ചു. വേണ്ട വേണ്ട, നിങ്ങളെ അത് വല്ലാതെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു അനുഭവമായിട്ട് അത് മാറും, അത് കാണണ്ട എന്ന് പറയുമ്പോൾ നിർബന്ധപൂർവ്വം എനിക്കത് കാണണം എന്ന് ആ സ്ത്രീ പറയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി തൂങ്ങിക്കിടന്ന ചരട് അവിടെ ഉണ്ട്, ആ കയർ അവിടെ ഉണ്ട്. അത് ഈ സ്ത്രീ കണ്ടാലുള്ള അവരുടെ ഹൃദയവേദനയെ ഓർമ്മിച്ചിട്ട് വേഗം ഈ കയറെടുത്ത് ഒളിപ്പിച്ചു വെക്കാനാണ് മാനെ ശ്രമിക്കുന്നത്. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ആ കയറ് തരണം. അയാൾ ഞെട്ടിപ്പോയി. ഇത്രയും മാരകമായ ഒരു സ്മാരകം ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ സൂക്ഷിച്ചു വെക്കാനും, ഇത് കാണുമ്പോഴെല്ലാം താൻ വളർത്തിയെടുത്ത ഒരു കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത അവരെ വേട്ടയാടുകയില്ലേ? അപ്പൊ കഴിയും വിധം അവരെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് ആ കയറ് വേണം എന്നുള്ള വാശിയിൽ ഈ സ്ത്രീ നിൽക്കുകയാണ്. അങ്ങനെ ഗതിയില്ലാതെ കയറ് കൊടുത്തവർ അതുമായിട്ട് പോയി. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ മാനയ്ക്ക് ഒരുപാട് കത്തുകൾ വരികയാണ്. ആ കെട്ടിടത്തിന്റെ തന്നെ പല നിലകളിൽ നിന്ന് അഭ്യസ്ത വിദ്യരുടെ കത്തുകൾ അദ്ദേഹം സ്വീകരിക്കുകയാണ്. കത്തുകളിലെല്ലാം ഒരേ ആവശ്യം ആണ്. അവിടെ ഒരു അന്ധവിശ്വാസമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി തൂങ്ങി മരിച്ചാൽ ആ മരിച്ച കയറിന്റെ അറ്റം മറ്റൊരാൾക്ക് ഭാഗ്യം കൊണ്ടുവരും. അത് ഭാഗ്യച്ചരടാണ്. അതിന് വിപണിയിൽ വലിയ വിലയുണ്ട്. ആ ചരടിന്റെ ഒരു കഷ്ണത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് ഒരുപാട് പേര് നിൽക്കുമ്പോൾ മാനയെ തിരിഞ്ഞ് ചിന്തിക്കുകയാണ്, ആ കയറ് കൊണ്ടുപോകാൻ അമ്മയെ പ്രേരിപ്പിച്ച വികാരം എന്തായിരുന്നു എന്ന്. അത്തരത്തിലൊരു ചിന്ത അദ്ദേഹത്തിന് ആദ്യം പോകാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ പൊതുധാരണയാണ്. അമ്മ എന്ന വാത്സല്യ സങ്കല്പത്തെ കുറിച്ചുള്ള ഒരു ധാരണ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ആ ധാരണ തെറ്റാണെന്നോ തിരുത്തപ്പെടേണ്ടതാണെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാത്തരം വികാര വിചാരങ്ങളും വാശികളും അല്ലെങ്കിൽ എല്ലാത്തരം കുതന്ത്രങ്ങളും ഒക്കെ കൂടി ചേർന്ന എല്ലാ ജീവികളിലുമുള്ള മാതൃസങ്കല്പത്തെ പോലെ മാത്രമുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ മാനവവർഗത്തിലും പെട്ട അമ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സ്ത്രീ എഴുത്തുകാരിയായിട്ടിരിക്കുമ്പോൾ ലിംഗപരമായ അതിർവരമ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ എഴുത്തുകാരനും ചിന്തിച്ചാൽ അറിയാം. ഭാര്യയും ഭർത്താവും എഴുത്തുകാരിയും ആണെന്നിരിക്കട്ടെ, ആ വീട്ടിൽ ആർക്കായിരിക്കും എഴുതാൻ ഏറ്റവും കൂടുതൽ സൗകര്യം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിരിക്കുക? ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ പോലും ആ ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെ മറ്റുത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും മിക്കവാറും സ്വന്തം സർഗാത്മകതയ്ക്കായിട്ട് വിർജീനിയ വുൾഫ് പറഞ്ഞ പോലെ സ്വന്തം മുറി കണ്ടെത്താൻ ഒരു ഇത്തിരി നേരം അവർക്ക് ലഭിക്കുന്നുണ്ടാവുക. മാർക്കേസ് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് അദ്ദേഹത്തിന് പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫ്ലവർ വേസിൽ പൂവ് കൊണ്ടുവയ്ക്കുന്ന ഭാര്യ ഉണ്ടായിരുന്നു. തിരിച്ച് എത്ര സ്ത്രീകൾക്ക് എഴുതാൻ ഇതുപോലെ നീ പോയിരുന്ന് എഴുതിക്കോ, ഇന്ന് ഞാൻ അടുക്കളപ്പണിയൊക്കെ ഏറ്റെടുക്കാം, കുട്ടികളുടെ കാര്യം ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ആശയപരമായിട്ട്
എഴുത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല സ്ത്രീ ആകാമെന്നുള്ള ഒരു കോച്ചിങ് സെന്ററിൽ നിന്നാണ് പലപ്പോഴും സ്ത്രീകൾ പുറത്തിറക്കി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ആശയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിത പരിസരം എന്ന്, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ഒരു പക്ഷത്തിൻ്റെ എങ്കിലും അവരുടെ ആശയ പരിസരങ്ങൾ പലപ്പോഴും അടുക്കളയിൽ കുടുങ്ങി പോവാറുണ്ട്. നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ശൈലികൾ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് എടുത്തു ചാടാൻ ഉള്ള ഒരു ശക്തി കൂടി ഈ ലിംഗപരമായ വേർതിരിവുകൾക്ക് അതീതമായിട്ട് പെണ്ണെഴുത്തുകാർ നേടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രചോദനമൊക്കെ തേടിപ്പോകുന്നതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. എഴുത്തുകാരൊക്കെ ഒരു നോവൽ എഴുതണമെങ്കിൽ ചിലപ്പോൾ റിസോർട്ടിലൊക്കെ പോയി മുറിയെടുത്ത് താമസിച്ച്, ഒരു ശല്യമില്ല അവർക്ക്, അല്ലെങ്കിൽ എന്ത് ശല്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വളരെ സുഖമായിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ എഴുതിയിട്ട് വരും. ഈ താടിമുടി ജടാമകുടങ്ങൾ ആയിട്ടുള്ള സഞ്ചി മൃഗങ്ങളായിരിക്കുക എന്ന് പറയുന്നത് ആടെഴുത്തുകാരന് പലപ്പോഴും ഒരു ഭൂഷണമാണ്. പക്ഷെ അതേപോലെ ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അത് എഴുത്തുകാരായ മറ്റ് സഹൃദയർക്ക് പോലും അല്ലെങ്കിൽ സമൂഹത്തിന് പോലും എത്ര അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു സ്ത്രീ എഴുത്തിലേക്ക് പോകുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ രാമൻ സീതയെ കാട്ടിലേക്ക് പോകാനായിട്ട് ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ പോലെ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. അവിടെ എന്തൊക്കെയാ ഉള്ളത്? സൂകര സൈരിഭ വാരണ വ്യാള ഭല്ലൂകാദികൾ, മനുഷ്യഭോജികളായുള്ള രാക്ഷസർ, ഇവരൊക്കെയുള്ള വനത്തിലേക്ക് എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിരുത്സാഹപ്പെടുത്തുന്ന വീടുകൾ ഇന്നും ഉണ്ടായിരിക്കണം. അതിനെ അതിജീവിച്ച് പുറത്തു വന്നവരാണ് പലപ്പോഴും കവിതകളും കഥകളും ഒക്കെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. എഴുത്തിലെ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ലിംഗപരമായ അതിർവരമ്പുകളുണ്ടോ? ഒരു പുരുഷൻ തുറന്നെഴുതുമ്പോൾ, സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വീരസ്യമായി കണക്കാക്കുന്ന ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഒരു സ്ത്രീ സ്വന്തം അനുഭവങ്ങളെ തുറന്നെഴുതിയാൽ, സ്വന്തം അനുഭവം അല്ല, കഥയിലോ കവിതയിലോ ജീവിതത്തിന്റെ പ്രതിഫലനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലൈംഗികതയും അശ്ലീലവും ഒക്കെ എല്ലാത്തരം സാഹിത്യ സൃഷ്ടികളിലും വരും. പക്ഷെ അതൊരു സ്ത്രീ എഴുതുമ്പോൾ ഇത് ഇവളുടെ അനുഭവമാണോ? അവരുടെ ജീവിതം ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യം നമുക്ക് കാണാം. മാധവിക്കുട്ടിയെ പോലെയുള്ള വലിയ പ്രതിഭകൾ അവരുടെ ജീവിതകാലം അവരെഴുതിയ സാഹിത്യത്തിന്റെ പേരിൽ ഈ അതിർവരമ്പുകളെ ചാടിക്കടന്നുകൊണ്ട് അവരാവിഷ്കരിച്ച വലിയ ഭാവനാ പ്രപഞ്ചങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. ഞാൻ അന്തിക്കള്ളും പ്രണയശാപ്പും എന്ന പേരിൽ ഒരു കവിത എഴുതണ്ടായി. അപ്പൊ ഞാൻ അതില് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു, ഒരു സ്ത്രീ കള്ളുഷാപ്പിനെ പറ്റി എഴുതുക. അതാണ് അതിലെ ഒരു വ്യത്യസ്തതയായിട്ട് പലർക്കും അനുഭവപ്പെട്ടത്. ഒരു സ്ത്രീ കള്ളുഷാപ്പിനെ പറ്റി എഴുതുന്നു. കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കള്ള് കുടിച്ചിട്ടില്ല കേട്ടോ, സത്യമാണ്. കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുടിക്കും, അത് വേറെ കാര്യം. എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ചെത്തുകാരും വല്ലതും ഉണ്ടോ? എങ്ങനെയാണ് ഈ തേറുകൊണ്ട് മുറിഞ്ഞു തൂങ്ങിയ പൂങ്കഴുത്തിൽ നിന്ന് ഉറി ഉറി ഇറങ്ങി വീഴും ചോര ഈ കള്ള്, ഈ തേറൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഇത് വീട്ടിൽ ചെത്തുകാരുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കള്ള് ഷാപ്പിന്റെ അകത്ത് കയറി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ കഴിയുമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ കള്ള് ഷാപ്പിനെ പറ്റി എഴുതാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ. അതുപോലെ തന്നെ മുമ്പ് ഇതൊരു പുരുഷനാണ് എഴുതുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നമില്ല കേട്ടോ. കള്ളിനെ പോലെ ലഹരി പിടിപ്പിക്കുന്ന പ്രണയത്തെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ആ കവിത. പലരും അതിലെ പ്രണയത്തെ കണ്ടിട്ട് തന്നെ ഇല്ല. അത് ചൊല്ലിയിട്ട പല ആൾക്കാരുടെയും അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഞാൻ കാണുന്നത് തട്ടിമറിഞ്ഞു കിടക്കുന്ന ഒരു കള്ളുകുപ്പിയും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സുമാണ്. അതുപോലെ ജാരൻ എന്നൊരു കവിത മുമ്പൊരിക്കൽ എഴുതി. തൊട്ടുകൂടാത്ത സുഖങ്ങൾ തൻ തീമുന തൊട്ടു നീ അസ്വസ്ഥമാം മുലകൾക്കിടെ ഞെട്ടിത്തരിച്ചു മിടിക്കുന്നു തൽക്ഷണം മറ്റൊരാൾ തൊട്ടറിയാത്ത ഹൃത്പേടകം എന്നൊരു സ്ത്രീ എഴുതുമ്പോൾ, ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ എന്നോടൊരു പഞ്ചായത്ത് മെമ്പർ ചോദിച്ചു, എന്തുവാണ് ഇതൊക്കെ ഡോക്ടറെ, എന്താണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്നൊരാൾ എന്നോട് ചോദിച്ചു. വേറൊരു കുറച്ചുകൂടി എന്നോട് അനുഭാവമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ജാരൻ മരണത്തെ പറ്റിയല്ലേ എഴുതിയത്? അത് ശരിക്കും മരണമല്ലേ? അതിനകത്തുള്ള സങ്കല്പം മഹത്തായ സങ്കല്പമാണ് കേട്ടോ. ജാരനായിട്ട് മരണത്തെ സങ്കല്പിക്കുക എന്ന് പറയുന്നത്.
ഒരു കവി തന്നെ എന്നോട് ചോദിച്ചു, കവിതയല്ലേ ജാരനായിട്ട് ആ കവിതയിൽ അവതരിപ്പിക്കപ്പെട്ടത്? കവിതയും മരണവും അല്ലാതെ ജാരനെ പറ്റി എഴുതാൻ പാടില്ലേ? ഞാൻ ജാരനെ പറ്റിയാണ് എഴുതിയത്. അപ്പൊ ഉടനെ എനിക്ക് ജാരനുണ്ടോ എന്നുള്ള തരത്തിലേക്കാണ് ചർച്ച പോകുന്നത്. അതേസമയം ഒരു ജാരത്തെ പറ്റി ഒരു പുരുഷൻ എഴുതിയാൽ ഇത്രത്തോളം സങ്കടം വരുമോ സമൂഹത്തിന് എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കവിയായിപ്പോയി എന്നതിന്റെ പേരിൽ തോട്ടക്കാട്ടിക്കാവമ്മയെ പോലുള്ള വലിയ കവികൾ കേട്ട അശ്ലീല കവിതകൾ, അവരുടെ പേരോർത്തില്ലെങ്കിൽ പോലും ആ കവിതയിലെ വരികൾ നമ്മുടെ സമൂഹത്തിന് നല്ല ഓർമ്മയാണ്. അപ്പൊ എഴുതുന്ന സ്ത്രീ എന്ന് പറയുന്നത്, എഴുതുന്ന പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ നമ്മുടെ സമൂഹം അവർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യവും ഒക്കെ തീർത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത. ബാലാമണി അമ്മയെ ശരിക്കും നമ്മൾ മാതൃത്വത്തിന്റെ കവിയാക്കി ആഘോഷിച്ചു. ഇത് ഞാൻ മുന്നേ അവരുടെ അനുസ്മരണത്തോടനുബന്ധിച്ചൊരു വേദിയിൽ പറഞ്ഞതാണ്. തൊട്ടിലാട്ടൽ കവിതകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അവരെ മാതൃത്വത്തിന്റെ കവിയാക്കി. അതേസമയം ഏത് കാലവും വിപ്ലവാത്മകമായ ചിന്തകൾ അവതരിപ്പിച്ച വൃദ്ധകന്യ എന്ന കവിതയുടെ പേരിൽ ഒരിക്കലും ബാലാമണി അമ്മ അറിയപ്പെട്ടിട്ടേയില്ല. അവരുടെ വൃദ്ധകന്യ എന്ന് പറയുന്ന കവിതയിൽ ആശ്രമത്തിൽ ജനിച്ച ഒരു സ്ത്രീ, ഒരു കുട്ടിയാണ് കേട്ടോ, അമ്മയില്ല, അച്ഛനാണ് വളർത്തുന്നത്. അപ്പൊ പുലരുമ്പോൾ ഉപനിഷത്ത് വാക്യം കേട്ട് കിളികളോടൊപ്പം ആനന്ദിച്ച് വളർന്ന ഒരു പൈതലായിരുന്നു വൃദ്ധകന്യയിലെ ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ബാലാമണി അമ്മയുടെ കവിത. അച്ഛൻ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ ആലോചിച്ചപ്പോ മുതിർന്നപ്പോ അവരെ വളർത്തിയതൊരു താപസിയാണ്. അപ്പൊ അവര് പറഞ്ഞു, തളിർമയിൽ താരുണ്യം മുറ്റി നിന്നു, ഹൃത്തോ കുളിർ കൊണ്ടു വിജ്ഞാന സാധനയിൽ. എനിക്ക് തത്വദീക്ഷയിലാണ് താല്പര്യം. അരുതച്ഛമായതൻ നീരാളിക്കൈകളിൽ ഞെരിയാനോ നേടി ഞാൻ തത്വബോധം. മായയായിട്ടുള്ള ഈ ലോകത്തിന്റെ ഇത്തരം എന്താ പറയാ, കുടുംബം എന്നൊക്കെ പറയുന്ന ചെറിയ സങ്കല്പങ്ങളില് അമരാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും തത്വബോധം നേടിയത്? എനിക്ക് ഇങ്ങനെ സന്യാസിനിയായിട്ട് ജീവിച്ചാൽ മതി, കല്യാണം വേണ്ട. കുറച്ചുകാലം കഴിഞ്ഞു അച്ഛൻ മരിച്ചുപോയി. കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം പോയി. ഇവര് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്ക് തോന്നി, വെറുതെയാ മർത്യന്നു ജീവിതം അന്യർക്കായി നിറവേറ്റാൻ ഒന്നുമില്ലെന്ന് വന്നാൽ, അന്യർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജീവിതം വെറുതെയാണ് എന്നൊരു തോന്നലിലേക്ക് നമ്മുടെ വൃദ്ധകന്യ ചെന്ന് വീഴുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവരവിടെ ഇരിക്കുമ്പോൾ ഒരു മരത്തിന്റെ താഴ്ന്ന കൂട്ടിൽ ഒരു കുരുവി കുടുംബം വന്നിരുന്നു. അവരുടെ അരികിൽ ഒരു താഴ്ന്ന ചില്ലയിൽ 2 കുരുവികൾ ഇണ ചേരുകയാണ്. ആ കാഴ്ച കാണുമ്പോൾ അവർക്ക് തോന്നുന്നു, ഇണചേർന്ന അരുളും ഈ ജീവജാലങ്ങളിൽ ഉണരുന്നു സംശുദ്ധം ചാരിതാർത്ഥ്യം. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഏതോ ഒരു ഋഷി മന്ത്രിക്കുകയാണ്, ജീവന്റെ ഉദയപ്രകാശം നീ പാഴിലാക്കി. ജീവിതത്തിന്റെ നല്ല കാലം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആസ്വദിക്കേണ്ടതായിട്ടുള്ള വശത്തെ നീ പാഴിലാക്കി, നീ അത് ആസ്വദിച്ചില്ല എന്ന് ഈ വൃദ്ധയായി കഴിഞ്ഞ ഈ സന്യാസിനിയോട് ഹൃദയത്തിലിരുന്ന് ഏതോ ഋഷി മന്ത്രിക്കുകയാണ്. എപ്പോഴാണ്? ഈ ഇണക്കുരുവികളെ കാണുമ്പോൾ. അപ്പൊ അവർക്ക് തോന്നാണ്, ഇനി ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ അറിയാത്ത ഒരേ ഒരു അനുഭവം എന്ന് പറയുന്നത് തൻ്റെ പോലുള്ള ഒരു പങ്കാളിയുമായിട്ടുള്ള ഒത്തുചേരലാണ്. എനിക്കത് അറിയണം. അതറിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് കാട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് ഒരു യുവതാപസനെ അതിനുവേണ്ടി തേടി കണ്ടുപിടിക്കുകയാണ്. ഈ കവിത എഴുതപ്പെട്ട കാലഘട്ടം ഏതാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ, ഒരു യുവതാപസനെ തന്നെ ഈ വൃദ്ധയായ കന്യക ചെന്ന് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അജ്ഞനാണ്, ഇരുജീവൻ ഒന്നായി കണ്ടെത്തിടേണ്ട പരമയജ്ഞങ്ങളും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാം. എങ്കിലും ചിരദീക്ഷിത വ്രതം ഭഞ്ജിച്ചു ഭദ്രേ, ഞാൻ ഒരു രാത്രി മാത്രം നിനക്ക് നൽകാം എന്ന്. ചിരദീക്ഷിതമായിട്ടുള്ള എൻ്റെ ഈ ബ്രഹ്മചര്യ വ്രതത്തെ ഒരു ദിവസം നിന്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു ദിവസത്തേക്ക് നമ്മുടെ സന്യാസി സ്വീകരിക്കുകയാണ്. അവര് തമ്മിൽ ഒരു രാത്രി കഴിഞ്ഞു പോകുന്നു. അറിയാത്തതെങ്കിലുള്ള ഔത്സുക്യം നിറഞ്ഞ മനസ്സോടുകൂടി ആ പുരുഷനെ സ്വീകരിച്ച ശേഷം അവർ പറഞ്ഞത്, അണുവോടണുവെ ഇണക്കും മഹത്വത്തിൻ അമരാനുഭൂതികൾ ഞാൻ അറിഞ്ഞു എന്നാണ്. അണുവോടണുവെ ഇണക്കും മഹത്വത്തിൻ അമരാനുഭൂതികൾ വൃദ്ധ കന്യകയായ ഒരു സ്ത്രീ
തീർത്തും അന്യനായ അവിവാഹിതയായ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് താൻ ആഗ്രഹിച്ച സുഖം നേടുമ്പോൾ ബാലാമണി അമ്മയുടെ കവിതയുടെ ചുറ്റുപാടുകളിൽ എവിടെയും സദാചാര ബോധത്തിന്റെ താഴുകളില്ല. അവിവാഹിതയായ ഒരു സ്ത്രീയുടെ, വിധവയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന, അവളെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അവിടെ വന്നുപോയത് ആരാണ്, ഇന്നലെ അവിടെ വെച്ച് കണ്ടപ്പം മിണ്ടിയത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ യാതൊരു താഴുകളും ഇല്ലാതെ സ്വതന്ത്രയായിട്ടാണ് ആ സ്ത്രീ സ്വന്തം ഇംഗിതത്തിലേക്ക് ചെല്ലുന്നത്. ഭൂമിയുടെ കടം വീട്ടി ഇനി ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ വൃദ്ധകന്യയ്ക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. അല്ലെങ്കിൽ എന്തിനാണ് പശ്ചാത്താപം? അത്രയും സ്വാതന്ത്ര്യബോധത്തോടു കൂടി സ്വന്തം ഇഷ്ടങ്ങളെ പ്രാപിച്ച ഒരു സ്ത്രീയെ അവതരിപ്പിച്ച ബാലാമണിയമ്മ നമുക്ക് മാതൃത്വത്തിന്റെ കവിയാണ്. നമ്മൾ അവരെ അങ്ങനെ ഒരു കുപ്പിയിലിട്ടിട്ട് ഒരു ലേബൽ ഒട്ടിച്ച് ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. ചർച്ച ചെയ്യപ്പെട്ട അനേകം തൊട്ടിലാട്ടൽ കവിതകൾക്കിടയിൽ എവിടെ പോലും ഇത്രയധികം വിപ്ലവാത്മകമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ഒരു കവയിത്രി മുന്നിൽ വരുന്നേയില്ല എന്നുള്ളിടത്താണ് നമ്മുടെ മാതൃസങ്കല്പത്തോടുള്ള ഇത്ര വലിയൊരു അഗമ്യമായ താല്പര്യം പ്രകടമായി വരുന്നത്. പക്ഷെ ലിംഗഭേദങ്ങൾ വരച്ചിട്ട് അതിർവരമ്പുകളെ ചാടിക്കടന്ന എത്രയോ കവയിത്രികൾ പിൽക്കാലങ്ങളിൽ ഉണ്ടായി. മായ ആഞ്ചലോയുടെ കവിതകൾ നമ്മൾ കേട്ടു. കറുത്ത വംശക്കാരി എന്നുള്ള വംശത്തിന്റെ വേർതിരിവ്, സ്ത്രീ എന്നുള്ള ഒരു പുരുഷാധിപത്യ ലോകത്തിലുള്ള വേർതിരിവിൽ നിന്നുകൊണ്ട് മായ ആഞ്ചലോ എഴുതിയ വരികളാണ് ഔട്ട് ഓഫ് ദ ഹട്ട്സ് ഓഫ് ഹിസ്റ്ററീസ് ഷെയിം ഐ റൈസ്. അപമാനിതമായ ഭൂതകാലത്തിന്റെ കുടിലുകളിൽ നിന്ന് ഞാൻ ഉയരുന്നു. അപ്പ് ഫ്രം എ പാസ്റ്റ് ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ ഐ റൈസ്. വേദനയിൽ വേരൂന്നിയ ഒരു ഭൂതകാലത്തിൽ നിന്ന് ഞാൻ ഉയരുന്നു. I am a black ocean leaping and wide, welling and swelling I bear in the tide. വേലിയേറ്റങ്ങളിൽ നിറയുകയും ഒഴുകുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു കറുത്ത സമുദ്രമാണ് ഞാൻ എന്നവർ പ്രഖ്യാപിക്കുന്നു. ഉൾക്കിടിലത്തിന്റെ ഭീതിയുടെ രാത്രികളെ പിന്നിൽ ഉപേക്ഷിച്ച് അത്ഭുതകരമാം വിധം തെളിച്ചമുള്ള പുലരിയിലേക്ക് ഞാൻ ഉണരുന്നു എന്നൊരു സ്ത്രീ പ്രഖ്യാപിക്കുന്നു. ലീവിംഗ് ബിഹൈൻഡ് ദ നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ ഐ റൈസ് into a daybreak that's wondrously clear I rise. അതിലെല്ലാം പ്രധാനമായി അവർ പ്രഖ്യാപിച്ച അവസാന വരികൾ തലമുറകൾ കൈമാറിയ കഴിവുകളുമായി ഞാനാണ് ഒരു അടിമയുടെ സ്വപ്നം, ഞാനാണ് ഒരു അടിമയുടെ പ്രതീക്ഷ. നിങ്ങൾ എന്നെ ചരിത്രത്തിന്റെ അഴുക്കുചാലുകളിലിട്ട് ഇഴയ്ക്കാം, അപ്പോൾ അവിടെ നിന്ന് പൊടിപടലമായി ഞാൻ ഉയർന്നു വരും എന്ന് പറയുന്ന ഒരു സ്ത്രീ. Bringing the gifts that my ancestors gave, I am the dream and the hope of the slave. I rise and I rise എന്ന് പ്രഖ്യാപിച്ച, ഒരു പക്ഷേ ജാതീയതയുടെ ലിംഗഭേദങ്ങളുടെ അതിർവരമ്പുകൾ പിന്തള്ളാൻ സാധ്യതയുണ്ടായിരുന്ന എത്രയോ വട്ടം അധിക്ഷേപിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും സർഗാത്മകമായ ജീവിതത്തിന്റെ അവരുടെ കാഴ്ചപ്പാടുകളുമാണ് നമ്മൾ കേട്ടത്. ഇതായിരിക്കണം എന്നും അതിർവരമ്പുകളെ ചാടിക്കടന്നുകൊണ്ട് ഒരു സ്ത്രീപക്ഷ രചന ഉറച്ചു നിൽക്കേണ്ട ഇടം എന്ന് തോന്നുന്നു. ജാതി മതങ്ങളുടെ വേർതിരിവുകൾ, ജാതി മതങ്ങളുടെ വേർതിരിവുകൾ ശരിക്കും പറഞ്ഞാൽ കവിതയിൽ ഉണ്ടാകാറുണ്ടോ? നമ്മളൊരു കൊച്ചിന്റെ ട്രോളൊക്കെ കാണുവേ, നമ്മളിങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ കാണാം, അപ്പം ജനിച്ച ഒരു കൊച്ചിനെ ഒരു അമ്മ മടി വെച്ചിരിക്കുമ്പോൾ കൊച്ചിങ്ങനെ കൊച്ചുങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചിത്ര മുഖഭാവങ്ങളൊക്കെ കാണിക്കുമല്ലോ. അപ്പം അതിൻ്റെ താഴെ അടിക്കുറിപ്പായിട്ട് ഈശ്വര ഇത് എവിടെയാ ജനിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ കയ്യിൽ വല്ല പൈസയുണ്ടോ എന്ന് കൊച്ചു ആലോചിക്കുകയാണ് ഈ ട്രോളുകളിൽ റീലുകളിലൊക്കെ കാണുക. അതുപോലെ ജനിക്കുന്നത് എവിടാണെന്നോ ഏത് അച്ഛൻ്റെ കൊച്ചാണെന്നോ ഏത് അമ്മയുടെ കൊച്ചാണെന്നോ അറിഞ്ഞിട്ട് അല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. അവർണനായിരിക്കുക എന്ന പോലെ തന്നെ സവർണനായിരിക്കുക എന്ന് പറയുന്നതും ഒരാളുടെ തെരഞ്ഞെടുപ്പല്ല. നമ്മളെല്ലാം എവിടെയോ വന്ന് പെടുകയാണ്. പിന്നീട് നമ്മൾ വളരുന്ന ജാതി മതങ്ങളുടെ അടയാളങ്ങൾ നമ്മളെ പല പല കള്ളികളിലായിട്ട് പലപ്പോഴും തിരിക്കാറുണ്ട്. അത്തരം അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് പുറത്തു ചാടണമെങ്കിലും സത്യം പറഞ്ഞ കുറച്ചൊക്കെ ധൈര്യം ആവശ്യമുണ്ട്. വേദം കേട്ടാൽ ആ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞ സവർണാധികാരത്തിന്റെ കാലങ്ങളെ ഇന്ന് കവിത ഭേദിച്ചിട്ടുണ്ട്.
ജാതീയതയുടെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവി എഴുതി, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും വെറും പുല്ലല്ല സാധു പുലയൻ എന്ന്. ആ ജാതി രക്തത്തിലുണ്ടോ, അസ്ഥി മജ്ജകളിലുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ച ചണ്ടാല ഭിക്ഷുകി എന്ന കവിത നമുക്ക് ഓർമ്മയുണ്ട്. അത് കാലത്തിന്റെ അതിർവരമ്പുകളെ, ജാതിയുടെ മാത്രമല്ല കാലത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് എന്നും സമകാലികമായി നിൽക്കുന്ന വരികളാണ്. മോഹം കളഞ്ഞു ജനത്തെ തമ്മിൽ സ്നേഹിപ്പാൻ ചൊൽക നരേന്ദ്ര എന്നുള്ള. ജാതി മതങ്ങളുടെ വേർതിരിവുകൾ കൊണ്ട് ഒരുപക്ഷെ മുന്നിലേക്ക് എത്താൻ കഴിയാതെ പോയ ഒരു വിഭാഗം ഇന്ന് സജീവമായി നമ്മുടെ എഴുത്തിന്റെ മുൻനിരയിലുണ്ട് എന്നുള്ളതാണ് ഈ തലമുറയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന, വരും തലമുറകളുടെ മുന്നിൽ അഭിമാനപൂർവ്വം നമുക്ക് സ്വയം രേഖപ്പെടുത്താവുന്ന ഒരു ചരിത്രം എന്നുള്ളതാണ്. ഇന്ന് സാധു പുലയന്റെ ചരിത്രം പറയാൻ മറ്റുള്ളവരുടെ ആവശ്യം അവർക്കില്ല. മറ്റെല്ലാവരെയും പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും ഒരുപടി മുന്നിലായിട്ട് സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ ഏറ്റവും ശേഷിയുള്ള ഒരു വിഭാഗമാണ് തങ്ങൾ, എന്നും ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അവർ പാടി വന്ന നാട്ടുശീലുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചരിത്രം. നമ്മുടെ കവിതയുടെ സിരകളിൽ ഓടുന്ന രക്തം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും സവർണ ലിപികളാൽ എഴുതപ്പെട്ടതല്ല. നാടൻ പാട്ടുകളിലൂടെ ഒരുപക്ഷെ നമ്മൾ പാടി മാത്രം മുന്നോട്ട് വന്ന എഴുതപ്പെടാത്ത കവിതയുടെ അദൃശ്യ ചരിത്രമായിട്ട് എന്നും ഉണ്ടായിരുന്ന ഒരു വിഭാഗം ഇന്ന് എഴുത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്ന് സ്വയം പ്രഖ്യാപിക്കാൻ, സ്വന്തം അവകാശങ്ങളെ, സ്വന്തം അഭിലാഷങ്ങളെ, സ്വന്തം സർഗാത്മകതയെ വെളിപ്പെടുത്തുമാറ് മുന്നിൽ വന്ന് നിൽക്കാൻ പ്രാപ്തരായി എന്നുള്ളിടത്ത് ഈ തലമുറയ്ക്ക് അഭിമാനിക്കാം. അപ്പൊ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അതിരുകൾ തീർക്കപ്പെടുന്ന വൈയക്തികവും സാമൂഹികവുമായ ഒരു ലോകത്തെക്കുറിച്ചാണ് ഷീജ ഇത്ര നേരവും സംസാരിച്ചത്. അപ്പൊ അത്തരം ലോകത്തെ അതിജീവിക്കുവാൻ അവര് കവിതയിൽ അവലംബിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ താൻ അനുഭവിക്കുന്ന, എഴുത്തുകാരി എന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്കും താൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇത്ര നേരവും സംസാരിച്ച അത്തരം അനുഭവങ്ങളെ പലപ്പോഴും അവരുടെ കവിതകളിൽ ഒരു മരണത്തിൻ്റെ സൂചകമായി കടന്നു വരുന്നുണ്ട്. അവരുടെ കവിതകൾ നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു രൂപകം മരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കവിതയുടെ പേര് തന്നെ മൃതിക്കുമേൽ ഇലപൊഴിക്കും മഴക്കാലം എന്നാണ്. ഇങ്ങനെ ഒരു രൂപകം കവിതയിൽ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണ്? അതോടൊപ്പം ഒരു കവിതയിൽ പറയുന്നത് പോലെ എനിക്കു വേണം കവിഞ്ഞൊഴുകാൻ മൃതിക്കുമേൽ എനിക്കു മാത്രം പെയ്തു നിറയും മഴക്കാലം എന്നൊരു കവിതയിൽ പറയുന്നു. അലക്കിത്തീരും മുമ്പേ മുഷിയും മനസ്സിന്റെ വിഴുപ്പിൽ ഇഴപിഞ്ഞിത്തെളിയും ദ്വാരം കാലം എന്ന് മറ്റൊരു കവിതയിലും പറയുന്നുണ്ട്. പല കവിതകളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാലത്തെക്കുറിച്ചുള്ള സൂചനകൾ, താൻ ജീവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള സൂചകങ്ങൾ, അതോടൊപ്പം തന്നെ മരണം എന്ന് പറയുന്ന അനുഭവം നിരന്തരമായി കവിതയിൽ കടന്നു വരുന്നു. ഇത്തരം അനുഭവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വിലയിരുത്താറുള്ള ഒരു പെണ്ണെഴുത്തിൻ്റെ, സാധാരണ നമ്മൾ ഒരു കാറ്റഗറിക്കൽ ആയിട്ട് പറയുമ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അത് വരുന്നുമില്ല. ഒരു മനുഷ്യാവസ്ഥ നിലക്കാണ് അവരുടെ കവിതകളിൽ ഇത്തരം ജീവിതാനുഭവങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം യാഥാർത്ഥ്യങ്ങളെ, ക്രൂരമെന്ന് പറയാവുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങളെ കവിതയിലൂടെ ഏത് രീതിയിലാണ് അതിവർത്തിക്കാൻ കഴിയുന്നത്? കവിതയിലൂടെ മരണത്തെ അതിവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു അത്യാഗ്രഹമോ ആഗ്രഹമോ പോലും എനിക്കില്ല. മരണം ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ച് നോക്കുന്ന ഏത് വ്യക്തിയെയും എനിക്ക് തോന്നുന്നു ഈ പ്രപഞ്ചം, കാലം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഞെട്ടിക്കും. നമ്മൾ ഇപ്പം ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 100 കൊല്ലം മുന്നേ, ഒരു 200 കൊല്ലം മുന്നേ ഇവിടെ എന്തായിരുന്നു? ഞാൻ ആലോചിക്കാറുണ്ട്, അന്ന് നമ്മൾ എവിടെയായിരുന്നു? ഞാനിപ്പം ഏറ്റവും സമകാലികനായി മനസ്സിലാക്കുന്ന കവികളിൽ ഒരാൾ കുമാരനാശാനാണ്. അദ്ദേഹം കവിത എഴുതിയത് 100 കൊല്ലം മുന്നെയാണ്. ഞാനന്ന് ജനിക്കുന്ന കാര്യം ദൈവത്തിന്റെ ചിന്താപദ്ധതിയിൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കൊല്ലം മുമ്പേ ഒരു കവി ചിന്തിച്ചു പോയ ചിന്തകളെ നമ്മൾ ഇന്നിരുന്ന് വായിക്കുകയാണ്. അപ്പൊ കാലം എന്ന് പറയുന്നത് ശരിക്കും സഞ്ചരിക്കുന്നത് എത്ര വിചിത്രമായ മാർഗങ്ങളിലൂടെയാണ് എന്ന് തോന്നും. പിന്നെ മരണത്തെ ശരിക്കും അഭിമുഖീകരിക്കാത്ത മനുഷ്യന്മാരില്ലല്ലോ. പലവട്ടം നമ്മൾ മരിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെയെല്ലാം ഉണ്ടോ? എനിക്ക് തോന്നുന്നു മരണം ഏത് കവിയുടെയും ഒരു സ്വന്തമായിട്ടുള്ള ഒരു ലാളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്.
ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന മറ്റനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ഇല്ലാതാകലിൻ്റെ സുഖത്തെ സ്വപ്നം കണ്ടവരാണ് ഒരുപാട് കവികളും എഴുത്തുകാരും ഒക്കെ. അപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും ശരിക്കും ഇല്ലാതാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടല്ല, ഉദ്ദേശിക്കാതെ തന്നെ പലവട്ടം മരണം കടന്നു വരാറുണ്ട് എഴുത്തിൽ. പിന്നെ അതുപോലെ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമായിട്ട് അനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പെണ്ണെഴുത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്ത്രീയുടെ കൈയക്ഷരം കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു കവിത വായിച്ചാൽ ഇത് സ്ത്രീ എഴുതിയതാണോ, ഇത് പുരുഷൻ എഴുതിയതാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെണ്ണെഴുതിയതാണോ അല്ലെങ്കിൽ ഇതൊരു ആൺ എഴുതിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ആ കവിത സർഗാത്മകതയുടെ അതിർവരമ്പുകളെ ഭേദിച്ചിട്ടില്ല എന്ന് നിരാശയോടെ പറയേണ്ടി വരും. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ബിംബങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കവിതകളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കാതെ നമ്മൾ കാണുന്ന ലോകങ്ങളെ സ്വാംശീകരിക്കാൻ കൂടി കഴിയുമ്പം മാത്രമാണ് ഒരു കവിയുടെ സർഗാത്മകമായ യാത്ര പൂർത്തിയാകുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ അതൊരു മനുഷ്യജീവി എഴുതിയതാണ്. ഇത് ആണിൻ്റെയും പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാവരുടെയും ഒരു പൊതുവായ ധാരണകളാണ്, ആർക്കും സംഭവിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആരുടെയും ചിന്താഗതിയാണ് എന്നുള്ള രീതിയിൽ വായിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടേതായ അനുഭവ പരിസരങ്ങളിൽ ശരിക്കും കിണറ്റിലെ തവളയെ പോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് താടി വളർത്തുന്ന സങ്കടങ്ങളെക്കുറിച്ചൊരു വിഭാഗം എഴുതുക, അടുക്കളയിൽ കയ്യിലിട്ടളക്കുന്നതിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് മറ്റൊരു വിഭാഗം എഴുതുക. നമ്മളിപ്പോൾ ഈ സ്വത്വ കവിതകളുടെ കാര്യത്തിലും അതാണ്. കാടിനൊരു കവി, കടലിനൊരു കവി, മേഘത്തിനൊരു കവി, മഴയ്ക്കൊരു കവി എന്ന് പറയുന്ന പോലെ നമ്മൾ സ്പെഷ്യലിസ്റ്റുകളായി ഇരുന്നുകൊണ്ട് ഡോക്ടർമാരോട് രോഗം ചികിത്സിക്കാൻ പോകുന്നത് പോലെ കാടിൻ്റെ കവി കടലോളം വളരണം, കടലിൻ്റെ കവി കാട്ടിലേക്കും സഞ്ചരിക്കണം. ഇത് രണ്ടും സ്വാംശീകരിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു കവി ജീവിതം പൂർണ്ണമാവുക എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യന്റെ കാര്യം ആലോചിച്ചാൽ തന്നെ അറിയാലോ, ഒരിടത്ത് നിന്ന് നിലയുറപ്പിച്ചിട്ടുള്ള ജീവിയല്ല മനുഷ്യൻ, സഞ്ചാരമാണ് അയാളുടെ പാത. അല്ലെങ്കിൽ നമ്മൾ ആഫ്രിക്കയിൽ തന്നെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് തീർന്നു പോയേനെ. അവിടുന്ന് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഈ ലോകത്തിനെ ഭൂമിയെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച ജീവി ഏതായത് കൊറോണ അല്ല, മനുഷ്യനാണ്. അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് കയറിക്കൊണ്ട് നമ്മൾ ഇത്രത്തോളം എത്തിയത് ഈ സഞ്ചാരം എന്നുള്ള യാത്ര എന്നുള്ള നിലയ്ക്കാത്ത യാത്ര എന്നുള്ള ഒരു സ്വഭാവം കൊണ്ടാണ്. അപ്പൊ സർഗാത്മകതയിലും ഒരിടത്ത് മാത്രം കുറ്റിയടിച്ച് നിന്ന് തിരിയേണ്ടതല്ല. പെണ്ണെഴുത്തെന്നോ ആണെഴുത്തെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്വബോധങ്ങളുടെ മാത്രം എഴുത്തുകാരനായിട്ടോ ഇരിക്കേണ്ടത് ആളല്ല കവി. ജീവിതത്തിൻ കടലേ കവിക്ക് മഷിപ്പാത്രം, ജീവിതത്തിൻ്റെ കുളം അല്ല എന്നാണ് എനിക്ക് തോന്നാറ്. ലഘുവായ ഒരു ചോദ്യം കൂടി ചോദിച്ച ശേഷം ഈ സംവാദം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കിളിമരം എന്ന കവിതാ സമാഹാരത്തിൻ്റെ മുഖവരയിൽ ഷീജ പറയുന്നുണ്ട്, പ്രക്ഷുബ്ധമായിരുന്നു ജീവിതം, അതിൽ കറങ്ങുന്ന കാറ്റുകളായി, കവിത അതിൽ കറങ്ങുന്ന കാറ്റുകളായി രൂപം കൊണ്ടു. അതൊന്ന് വിശദീകരിക്കാമോ? ചുരുക്കി പറഞ്ഞാൽ ഈ പ്രക്ഷുബ്ധമായ ജീവിതം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രക്ഷുബ്ധമായ ജീവിതം എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ജീവിതത്തിന്റെ സാഹചര്യം മാത്രം പ്രക്ഷുബ്ധമായ പോരാ, അതിനെ അത്രയും സെൻസിറ്റീവായിട്ട് അനുഭവിക്കുന്ന ഒരു മനസ്സുകൂടി വേണം, എങ്കിൽ അനുഭവങ്ങൾ അത്രത്തോളം ആവശ്യമില്ല എന്നും തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്, വേണ്ടെന്ന് പറഞ്ഞാലും വടി കാണിച്ച് കനലുവാരി ഊട്ടിത്തന്നിട്ടുണ്ട് ജീവിതം എന്ന്. വളരെ സംഭവബഹുലമായ ഒരു കുട്ടിക്കാലം, അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും കൂടാണ് വളർന്നത്. സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിച്ചില്ല, പക്ഷേ മാനസികമായ രക്ഷിതത്വം അതൊരു കവിക്ക് വളരേണ്ട സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാകാം. തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഒരാളെ തേച്ചു മിനിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു അനുഭവങ്ങളുടെ ഒരു ഖനി തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രക്ഷുബ്ധമായ ജീവിതം എന്ന് എഴുതിയത്. പ്രക്ഷുബ്ധമായ ജീവിതം കവിതയിലേക്ക് വഴിതെളിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ കവിതയ്ക്കുപ്പായിട്ടുള്ള ഒരുപാട് കണ്ണീര് അതിലുണ്ട്. അത് ആവശ്യത്തിലേറെ അനുഭവിക്കാനുള്ള ഒരു സെൻസിറ്റിവിറ്റി എനിക്കുണ്ട്. അത് ദോഷമായിട്ടും ഗുണമായിട്ടും ഭവിച്ചിട്ടും ഉണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മളിന്ന് ടി പി രാജീവൻ മാഷിൻ്റെ അനുസ്മരണാർത്ഥം ആണല്ലോ നമ്മളിന്ന് ഇവിടെ കൂടിയത്. അതിർവരമ്പുകളെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചു. കവിതയ്ക്ക് മായ ചില രൂപങ്ങൾ
നമ്മൾ കാലഘട്ടങ്ങളായിട്ട് തലമുറകളായിട്ട് കൈമാറി വന്ന ചില നാടൻ പാട്ടുകളുടെ താളങ്ങളോ ശൈലികളോ ഒക്കെ ഉണ്ട്. കവിതയുടെ ആ പദ്യരൂപത്തിൽ നിന്ന് അതിൻ്റെ അതിർവരമ്പുകളെ അതിക്രമിച്ചുകൊണ്ട് ഗദ്യത്തിലേക്ക്, ഇതര സാഹിത്യ രൂപങ്ങളിലേക്ക്, ഇതര സാഹിത്യങ്ങളിലേക്ക് നമ്മുടെ മലയാള കവിതയിലെ ഒരു ശ്രേണി വഴിതിരിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മുരട്ട് പദ്യങ്ങൾ ചെടിപ്പിച്ച ഒരു ലോകത്ത് അത് വളരെ വലിയൊരു വ്യത്യാസം ഭാഷാപരമായി ഭാവനാപരമായി സംഭാവന ചെയ്തിട്ടുണ്ട്. തോമസ് ട്രാൻസ്ഫോമറുടെ ഒരു കവിത ഉണ്ട്. ട്രാൻസ്ട്രോമറാണ് കേട്ടോ, ക്ഷമിക്കണം. ട്രാൻസ്ഫോമറുടെ കവിതയിൽ ഇണകൾ എന്നാണ് കവിതയുടെ പേര്, ദ കപ്പിൾസ്. ദമ്പതികൾ മുറിയിൽ കയറി ആൻഡ് ദേ സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്. അവർ വിളക്കണക്കുകയാണ്. വിളക്കണയ്ക്കുമ്പോൾ ആ വെളിച്ചം അപ്രത്യക്ഷമാകുന്നതിനെ പറ്റി ട്രാൻസ്ഫോമർ പറയുന്നത്, നമ്മൾ ഒരു ഗ്ലാസ് ഇരുട്ടിലേക്ക് ഒരു ഗുളിക ഇട്ട പോലെ. വെളിച്ചം അണച്ചാൽ പെട്ടെന്നങ്ങ് പോവോ? ഇല്ല. അതിൻ്റെ ഷെയ്ഡുകളിൽ പതുക്കെ തങ്ങി നിന്ന് ഇല്ലാതാവുകയാണ് വെളിച്ചം. നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു ഗുളിക ഇട്ട് വെച്ചാൽ അത് ഖരരൂപിയായിട്ടുള്ള ഒന്നാണ്. അത് ആ വെള്ളത്തിൽ കലർന്ന് അതിൻ്റെ അരികുകൾ ഉടഞ്ഞ് അതുമായിട്ട് കലരുന്ന ഒരു രംഗമുണ്ടല്ലോ. അതുപോലെ മലയാള കവിതയും ഒരു നിർണയിക്കപ്പെട്ട, ആര് നിർണയിച്ചാൽ നമുക്കറിയില്ല. കവിതയ്ക്ക് അങ്ങനെ ഒരു രൂപം ഇങ്ങനെ വേണം എന്നുള്ള ഒരു തീരുമാനമൊന്നും കവിത ഏതായാലും എടുത്തിട്ടില്ല. കവികളുടെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് കവിത ഭാഷയുടെ പുതിയ ശൈലികളെ കണ്ടെത്തിയത് നമ്മൾ വളരെ സന്തോഷപൂർവ്വം കണ്ടു. പക്ഷെ അപ്പോഴും അവിടെയും ഒരു പ്രശ്നമുണ്ട്. ആവർത്തനങ്ങളുടെ അന്ധമായ അനുകരണങ്ങളുടെ പ്രശ്നം കൊണ്ട് ഒരേപോലെ വരിമുറിച്ചെഴുതിയ, മുകളിൽ കവിതയെന്ന് എഴുതിയാൽ കവിതയെന്ന് വായിക്കാം, മിനിക്കഥയെന്ന് എഴുതിയാൽ അത് മിനിക്കഥയായിട്ട് വായിക്കാം, വരി മുറിച്ചില്ലെങ്കിൽ നോവലായി വായിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു കാവ്യശ്രേണി ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനതിനെ വളരെ സ്വാഗതാർഹമായ ഒന്നായിട്ടാണ് കാണുന്നത്. അത് കവിതയാണെന്ന് കവി പറഞ്ഞാൽ അത് കവിതയാണ്, അത് മിനിക്കഥയാണെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആസ്വാദകൻ എങ്ങനെ അനുഭവപ്പെടുന്നോ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ അപ്പോഴും അതിൽ അവനവൻ്റെതായ എന്തെങ്കിലും, ഓരോ വ്യക്തിയുടെയും പ്രതിഭയുടെ തോത് വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷെ അതിൽ നമ്മുടെ ബെസ്റ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പൂർണ്ണത എത്രയോ അത്ര വരെ ഒരു കവിതയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഏത് തലമുറയിലെ കവികൾക്കും ഏത് ശ്രേണിയിലുള്ള കവികൾക്കും ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലും, താളബദ്ധമായോ താളരഹിതമായോ സഞ്ചരിച്ചാലും, ഒരു കവിയുടെ പരമപദം, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് അനുവാചകന്റെ ഹൃദയം ആണ്. അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് വായനക്കാരനെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വായനക്കാരന് വിവരമില്ല എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വായനാ ശൈലി അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയിട്ടില്ല. മലയാള കവിതയുടെ ഒരു സ്ഥിരം ചെടിപ്പിച്ചിരുന്ന എല്ലാ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ഞാൻ പറഞ്ഞ ഒരു ശൈലിയെ പിന്തുടർന്നുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് മറക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു അടയാളം നമ്മുടെ കാവ്യചരിത്രത്തിൽ അവശേഷിപ്പിച്ച കവിയാണ് ശ്രീ രാജീവൻ മാഷ്. അദ്ദേഹത്തിൻ്റെ വിലാപം എന്നുള്ള ഒരു കവിത വായിക്കട്ടെ. ഉറുമ്പുകളാണ് ആദ്യം എത്തുക, ഓർമ്മയുടെ നനവോ മധുരമോ തേടി അവ അരിച്ചു നടക്കും. തെരുവു നായ്ക്കളാണ് പിന്നീടെത്തുക, ഉണങ്ങിയ ചോരപ്പാടുകൾ തിരിച്ചറിയാൻ കഴിയാതെ നക്കിയും മണപ്പിച്ചും അവ കുരച്ചു ചാടും. എല്ലാവരും പോയി കഴിഞ്ഞാൽ കഴുകന്മാർ താണിറങ്ങി വരും. കരളിൻ്റെ ഉറപ്പും കണ്ണുകളുടെ ആഴവും ചൂഴ്ന്നറിഞ്ഞ് അവ ചിറകടിക്കും. പുഴുക്കൾ എപ്പോഴും എവിടെ നിന്നും വരാം. ഭൂമിയെ മുഴുവൻ തിന്നാലും തീരാത്തതാണ് അവയുടെ വിശപ്പ്. വേരുകളാണ് അവസാനമെത്തുക. ഓരോ രഹസ്യത്തിലും ആഴ്ന്നിറങ്ങി വേദനയും കയ്പും കുടിച്ച് അവ പൊട്ടിച്ചിരിക്കും എന്ന്. ഭൂമിയിൽ ജീവനുള്ളതായ ഏത് വസ്തുവും ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇല്ലാതാവുകയല്ല, വേരുകളിലൂടെ പുനർജനിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? പലര് കൈവച്ച് ആ ശരീരം പുഴുക്കളിൽ നിന്ന് ഒടുവിൽ മരങ്ങളുടെ പുല്ലുകളുടെ വേരുകൾ ആഗിരണം ചെയ്യുകയാണ്. ഊർജ കൈമാറ്റം പല രീതിയിൽ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേരുകൾക്ക് വളമായിക്കൊണ്ട് പുനർജനിക്കുകയാണ്. അതുപോലെ ടി.പി. രാജീവൻ മാഷിന്റെ കവിതകൾ അദ്ദേഹത്തെ കുടിക്കുന്ന പുതുതലമുറയുടെ വേരുകൾക്ക്, അദ്ദേഹത്തെ വായിക്കുന്ന ഏത് തലമുറയുടെയും വേരുകൾക്ക് ഊർജമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സെഷൻ ഒരല്പനേരം കൂടി തുടരും.
തുടരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യവും കൂടി ചോദിക്കാം. ഇപ്പോൾ TP രാജീവൻ്റെ കാവ്യലോകത്തിൻ്റെ ഭാവുകത്വ പരിസരമല്ല ഇന്നത്തെ കവിതയുടെ പരിസരമെന്ന് നമുക്കെല്ലാം അറിയാം. ഭാവുകത്വം മാറിയിട്ടുണ്ട്. പുതുതലമുറ കവികൾ ഏറെയുണ്ട്. കവികളുടെ പെരുപ്പം നമ്മുടെ ഒരു വിഷയവും കൂടിയാണ്. അപ്പോൾ ഈ കവിതയുടെ ലോകത്തിലുള്ള ഈ പെരുപ്പത്തിനിടയിൽ സ്വന്തം കാവ്യ വ്യക്തിത്വം എങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നു? ഷീജ വളരെ കുറച്ച് മാത്രം എഴുതുന്ന ഒരു എഴുത്തുകാരിയാണെന്നറിയാം. അപ്പോൾ ആ ഒരു പരിസരത്തിൽ നിന്നും തൻ്റെ കാവ്യലോകത്തെ എങ്ങനെ സ്വതന്ത്രമാക്കി നിർത്തുന്നു? ഒരു കവിത ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു പരിചരണം എന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്ന്. എനിക്ക് തോന്നിയിട്ടുള്ളത് കവിതയ്ക്ക് ഒരു പൊതുവഴി ഇല്ല എന്ന്. ഇന്നത്തെ കവിത ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഒരു കാലം സംസ്കൃതവും മലയാളവും ഒക്കെ കൂടെ ചേർന്ന ഒരു മണിപ്രവാളത്തിൻ്റെ അച്ചീചരിതങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് മറ്റൊന്നും ഇല്ല എന്ന് അർത്ഥം ഇല്ല. രേഖപ്പെടുത്തപ്പെട്ടത് അല്ലെങ്കിൽ കൂടുതൽ പേർ പിന്തുടർന്നത് അതാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പം മലയാള കവിതയുടെ ഇന്നത്തെ ഭാവുകത്വം ഇന്നതാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഏത് തരത്തിൽ എഴുതപ്പെട്ട കവിതയായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കവിയുടെ പ്രതിഭ എന്നൊരു വിഷയം ആണ് തെളിയുന്നത്. നിങ്ങൾ അതിനെ ഗദ്യത്തിൽ എഴുതൂ, നിങ്ങൾ അതിനെ പദ്യത്തിൽ എഴുതൂ. ഞാൻ മുമ്പ് നമ്മുടെ ഹോർത്തൂസിൽ പറഞ്ഞാണ്, കഴിയും ഈ രാവ് എനിക്ക് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ കുറിക്കുവാൻ എന്ന് നെരൂദയെ ചുള്ളിക്കാട് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ മനസ്സിലുണ്ട്. വസന്തം ചെറിമരങ്ങളോട് ചെയ്യുന്നത് ഞാൻ നിന്നോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഏത് മലയാള വായനക്കാരൻ്റെ മനസ്സിലും തങ്ങിയിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ ബാഹ്യരൂപം താളമോ താളരാഹിത്യമോ ശരിക്കും കവിതയുടെ ആസ്വാദനത്തിൽ പങ്കെടുക്കുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമില്ല. അതൊരു സംഘഗാനമോ കൂട്ടയോട്ടമോ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഓരോ കവിക്കും ഓരോ ഭാവുകത്വമാണുള്ളത്. ഓരോ വായനക്കാരനും ഓരോ ഭാവുകത്വമാണുള്ളത്. അവ തമ്മിൽ പൊരുത്തപ്പെടുമ്പോഴാണ് ഒരു കവിക്ക് ഒരു വായനക്കാരൻ ഉണ്ടാകുന്നത്. ഒരാൾക്ക് എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഒരു കവിക്ക് ഏറ്റവും കൂടുതൽ അവനവനോട് അല്ലെങ്കിൽ അവനവൻ്റെ സർഗാത്മകതയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്വന്തം ഭാവുകത്വത്തെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളത്. ഞാൻ ഏതിലാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത്, എനിക്ക് എഴുതാൻ എങ്ങനെയാണോ ഇഷ്ടം, എനിക്ക് തോന്നും പോലെ ഞാൻ എഴുതും. ഇന്നത്തെ ഭാവുകത്വം എന്താണെന്നുള്ളതോ ഇന്നലത്തോ മനങ്ങാന്നത്തതോ എന്തായിരുന്നു ഉള്ളതോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്നെല്ലാവരും വായിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആശയങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ശൈലിയെ മറ്റൊന്നിലേക്ക് ഒരു വായനക്കാരനിലേക്ക് വളച്ചൊടിക്കാൻ നിർബന്ധിതയാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കവി തൃപ്തിപ്പെടുത്തേണ്ടത് അവനവനെ തന്നെയാണ്. എന്നെ തൃപ്തിപ്പെടുത്താത്ത ഒരു കവിത മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ട് അത് ഇന്നത്തെ കവിതയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ആഘോഷിച്ചാൽ ഏറ്റവും ആദ്യം അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ട വ്യക്തിയായിട്ടുള്ള ഞാൻ അതിൽ അപൂർണയായിട്ടിരിക്കെ, അത് ആസ്വദിക്കാൻ കഴിയാത്ത വ്യക്തിയായിട്ടിരിക്കെ അത് എന്നെ സന്തോഷിപ്പിക്കില്ല. എനിക്കൊരിക്കലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമുക്ക് ഒരു സംതൃപ്തി ഇല്ലാത്ത ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എഴുതേണ്ടതായി വരും. അല്ലെങ്കിൽ ഒരു കവിത പൂർത്തിയായില്ല, ഒരു കവിതയും പൂർത്തിയാകാറില്ല എങ്കിലും തീർത്തും നമ്മളെ നിരാശപ്പെടുത്തുന്ന പോരാ എന്ന് തോന്നിയ ഒരു കവിതയെ പറ്റി എത്ര നല്ല അഭിപ്രായം എവിടെ നിന്ന് കേട്ടാലും അത് നമുക്കുള്ളതല്ല, അത് നമ്മളെ സന്തോഷിപ്പിക്കില്ല. ഒരു കവിയെ അതൊരിക്കലും സന്തോഷിപ്പിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപൂർണതയുടെ വേദനയായിട്ട് തന്നെ ആ കവിത എന്നും അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ എന്നെ പ്രത്യേകിച്ച് സൂക്ഷിക്കുന്നൊന്നുമില്ല, എന്നോട് സത്യസന്ധയായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാ ശൈലികളിലും ഉള്ള കവിതകൾ, പല കവിതകളും പല ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുന്നതാണ്. ഭൂതകാലം എന്നൊരു കവിത മുമ്പ് എഴുതിയിട്ടുണ്ട്, ജൽസ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്, ആഴച്ചെടിയിലെ നനഞ്ഞ പൂന്തണ്ട് എന്ന കവിത എഴുതിയിട്ടുണ്ട്. അതൊക്കെ എത്ര വായിക്കപ്പെട്ടു എന്നുള്ള എനിക്കറിയില്ല. അതിൽ ചിലത് എൻ്റേതെന്ന് പൊതുവെ പറയുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായതാണ്. അത് ഞാൻ താല്പര്യപ്പെട്ട് ചെയ്തതാണ്, നിർബന്ധപൂർവമായിട്ട് മറ്റൊന്നാകാൻ വേണ്ടിയിട്ടല്ല. ഭാവുകത്വം കൃത്രിമമായി ഉണ്ടാക്കേണ്ട ഒന്നല്ല, ഭാവുകത്വ പരിണാമവും കൃത്രിമമായി സംഭവിക്കേണ്ട ഒന്നല്ല. സ്വാഭാവികമായി കവിയുടെ അഭിരുചികളിൽ, കവിയുടെ അനുഭവങ്ങളിൽ, കവിയുടെ പരിസരങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ട് അയാൾ ആയിത്തീരുന്നതാണ് വ്യത്യസ്തമായ ഭാവുകത്വങ്ങളുടെ മേഖലകളിലേക്ക്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും അയാളുടെ ആത്മാവ് ഉണ്ടായിരിക്കും. അല്ലാത്തിടത്തോളം അത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് തന്നെ സ്വയമെങ്കിലും അനുഭവപ്പെടും എന്നാണ് തോന്നിയിട്ടുള്ളത്.
അടുത്തത് സദസ്സിന് സംവദിക്കാനുള്ള സന്ദർഭമാണ്. ഇവിടെ അടുത്തുള്ള ഒരു മടപ്പള്ളി ഗവൺമെൻറ് കോളേജുണ്ട്. ഈ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ മാഗസിനിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ആ ഇൻ്റർവ്യൂവിൽ സച്ചിദാനന്ദ മാഷോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉത്തരം പറയുക, പ്രഭാവർമ്മ എന്ന് പറയുന്ന കവി ഒരു വൃദ്ധ കവിയും KG ശങ്കരപ്പിള്ള എന്ന് പറയുന്ന കവി ഒരു യുവകവിയുമാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് അത് ശരിയാവുന്നത്? ഒരാൾ വൃദ്ധകവി അല്ലെ യുവകവി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാകുമ്പോൾ എഴുത്തച്ഛൻ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട എഴുത്തച്ഛൻ ഇപ്പോഴും വായിക്കപ്പെടുന്നത് അയാൾ യുവകവിയാണോ വൃദ്ധകവിയാണോ? TP രാജീവൻ കുറച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ വൃദ്ധകവിയാകും. അപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം ഷീജ ബക്കറ്റ് നൽകാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് തന്നെ ഇതിനെ പറയാം. എനിക്ക് ആശാനെ സമകാലികനായിട്ടാണ് തോന്നുന്നത്. തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും എന്ന് മനുഷ്യന്റെ മനസ്സിനെ പറ്റി എഴുതിയ കവി. എനിക്ക് തോന്നാറുണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ഭാവുകത്വം വെച്ച് അസാധ്യമായിട്ടുള്ള ഭാവനാ ലോകത്തേക്കാണ് ആശാൻ കടന്നുപോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ സമകാലികനാണ്. അതേസമയം മറ്റൊരു കവിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പഴഞ്ചനായ ഒരു ഭാഷ, ഹന്ത ബദ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഞാൻ ഇതിനെപ്പറ്റി യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മാഡം പറയുന്നതൊക്കെ സാമ്പ്രദായികമായ ഉപമകളെ പറ്റിയാണല്ലോ, പുതിയ തലമുറയിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുതിയ ഉപമകളാണല്ലോ, മറ്റതൊക്കെ സാമ്പ്രദായികങ്ങളാണല്ലോ എന്ന്. മരിച്ചുപോയൊരു വ്യക്തി കൈയും കാലും ഛേദിക്കപ്പെട്ട് ശിരസ് മാത്രം ഉള്ള ഒരു, ബാക്കി ഉടലുകൾ മാത്രമുള്ള, മരണത്തോട് ഏകദേശം അടുത്തു കഴിഞ്ഞൊരു വ്യക്തി സ്വന്തം ഇഷ്ടപ്പെട്ടവനെ കാണുമ്പോൾ, ഉപഗുപ്തനെ കാണുമ്പോൾ അയാളുടെ വിട്ടുപോയ പ്രാണൻ മുഹുരിന്ദ്രിയ വാതിലുകളിൽ വന്ന് മുട്ടുകയാണ്. വേർപിരിഞ്ഞു പോയ പ്രാണൻ തൻ്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചു വന്ന് ഇന്ദ്രിയങ്ങളുടെ വാതിലുകളിൽ മുട്ടുകയാണ് എന്ന് എഴുതിയ കവി എന്നെ സംബന്ധിച്ചിടത്തോളം സമകാലികനാണ്. അത് എൻ്റെ ഭാവനാ ലോകത്തിന് അതീതമായ ഒരു സങ്കല്പമായിട്ട്, അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു ഇമേജറി ആയിട്ട് എനിക്ക് ഇന്നും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതേപോലെ പ്രഭാവർമ്മ സാറിൻ്റെ കാവ്യ പരിസരങ്ങളോട് ചേരാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവാം. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരുപാട് വായനക്കാരും ഉണ്ട്. ആസ്വാദനവും രചനയും രണ്ടും പ്രതിജന ഭിന്ന വിചിത്ര മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരു പൊതു ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നവർക്ക് എനിക്ക് സേമിയ പായസം ഇഷ്ടം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതാണോ ഇഷ്ടം? അല്ല. എന്ന് വെച്ചിട്ട് ആ ഇഷ്ടങ്ങളെ നമ്മൾ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അതല്ല ഇന്നിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് എല്ലാവരും കുടിക്കേണ്ടത് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ ചിലര് സമകാലികരായിരിക്കും, യുവാക്കളായിരിക്കും, അവരുടെ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്. അതിനോട് വിഘടിച്ച് നിൽക്കുന്നവർ അങ്ങനെയല്ല എന്നും വരാം. ഞാൻ തോന്നാറുണ്ട്, നമ്മളിങ്ങനെ എഴുത്തച്ഛൻ്റെ ഭാരതീ പദാവലി തോന്നണം കലേ കലേ എന്നുള്ള പ്രാർത്ഥന എത്ര പഴയ ഒരു കാലത്തുനിന്ന് വന്നതാണ്. ഇന്നാളത് കവിതയുടെ തലമുറ കൈമാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ സംസാരിക്കാനായിട്ട് പിന്നിലേക്ക് ആലോചിക്കുമ്പോൾ ചീരാമൻ എന്ന കവി എഴുതിയ ഇരാമചരിതത്തിൽ ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയിച്ച ഇനിയ ചൊൽ നായികേ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഏത് കാലത്തെ കവിയാന്നറിയോ? ഏതോ പുരാതന കാലത്ത് എഴുതപ്പെട്ട, ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ പദ്യ കവിത എന്ന് പറയുന്നതിൽ ചീരാമൻ വിളിക്കുന്നത് ഭാരതി എന്നല്ല, തമിഴ് കലർന്ന ഭാഷയിൽ എഴുതപ്പെട്ടതാണ് ഈ രാമചരിതം. ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയിച്ച ഇനിയ ചൊൽ നായികെ. ഇനിയ എന്നുള്ള വാക്ക് ഇപ്പം മലയാളത്തിൽ എത്ര ഉണ്ട് എനിക്കറിയില്ല. മധുരമുള്ള വാക്കുകളുടെ നായികെ. പരവയിൽ തിരകൾ നേരുടൻ, കടലിൽ തിരകൾ എന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ വന്ന് തേനുലാവിന പദങ്ങൾ തിങ്ങി വിങ്ങി നിയതം എൻ്റെ ഹൃദയത്തെ നിറച്ചു തരണേ എന്ന് പറഞ്ഞ ചീരാമൻ എന്നെ സംബന്ധിച്ചിടത്തോളം യുവകവിയാണ്. ഭാരതീ പദാവലി എന്നുള്ള ഭാരതിയെക്കാളും എന്നെ ആകർഷിച്ചത് ഇനിയ ചൊൽ നായിക എന്നുള്ള ഹൃദയത്തോട് ചേർന്നുള്ള ഒരു വിളിയാണ്. അപ്പോൾ അത് ആസ്വാദനം തീർത്തും ഏത് തലമുറയിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പഴഞ്ചനാണെന്ന് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് യാതൊരു വിഷമവും. എൻ്റെ ഭാവുകത്വം അതാണ്. ഞാൻ എഴുതുന്നത് എനിക്ക് തോന്നും പോലെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് അതിൽ ഉള്ളത്.
എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാഹിത്യത്തെ സംബന്ധിച്ചല്ല, വേറൊരു കാര്യമാണ്. ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഉയർന്ന പല കാഴ്ചപ്പാടുകളും നിലപാടുകളും ശ്രീ ഷീജ വക്കം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പറഞ്ഞു വന്ന കൂട്ടത്തിൽ തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് 100-200 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവത്തിൻ്റെ ചിന്താ പദ്ധതിയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞു കൂട്ടത്തിൽ അങ്ങനെ പറയുകയുണ്ടായി. അത് വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഒരാളുടെ ജനനവും മരണവും ഒക്കെ മനുഷ്യരല്ലാത്ത മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയുടെ ചിന്താ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഷീജ വക്കം ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം ഈ അന്തിക്കള്ളും പ്രണയശാപം എന്നുള്ള ഒരു കവിത കൂടി ഇവിടെ ചൊല്ലണമെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന കൂടി പറയും. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ഭൂലോക ഗോളം തിരിയുന്ന മാർഗം എന്നൊക്കെ പറയുന്നതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ശീലിച്ചു വന്നതും കേട്ടു വന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ വാഗ്ദേവത എന്നുള്ള ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് യാദൃച്ഛികമായിട്ട് പറഞ്ഞു, എന്നിലും നിങ്ങളിലും എല്ലാം പല തോതിലിരിക്കുന്ന സരസ്വതി എന്ന്. അപ്പൊ ഇതേപോലൊരു ചോദ്യം ഉണ്ടായി, ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയാണ് ഈ സരസ്വതി? സെമറ്റിക് മതങ്ങളിൽ സരസ്വതി ഉണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും പഴയ ഗോത്രത്തിൽ സരസ്വതി ഉണ്ടോ? സരസ്വതി ഉണ്ടോ എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം. ഞാൻ വാക്കിനെ വിളിച്ച് ശീലിച്ചു പോയതാണ് അങ്ങനെ. ചീരാമൻ വിളിച്ച ഇനിയ ചൊൽനായികയും എഴുത്തച്ഛന്റെ ഭാരതിയും ഞാൻ പറയുന്ന പോലെ കട്ടെടുക്കുമേ നിന്റെ കണ്ണീർക്കുടം, ഭിക്ഷ നൽകില്ല എങ്കിൽ ഈ യാചകി എന്ന് ഞാൻ എൻ്റെ ആ ഒരു കൺസെപ്റ്റിനോട് പറയുന്ന പോലെ, അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്താ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണ് ആരുടെയെങ്കിലും ജന്മമെന്നോ മരണമെന്നോ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതിന് മറ്റ് ഏത് ജീവജാലങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള വ്യത്യാസം മനുഷ്യനുണ്ട് എന്നും വിചാരിക്കുന്നില്ല. കുറച്ചുകൂടി ഭാവനാപരമായ ഒരു ചിന്താശക്തി ഉള്ളതിനാൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലങ്കാരികമായി സംസാരിക്കുന്നു എന്ന് മാത്രം. തീർത്തും ആലങ്കാരികമായിട്ട് മാത്രം പ്രയോഗിച്ച ഒരു വാക്കാണ് അത്. കവിത ചൊല്ലാൻ ഞാൻ അത്ര മെച്ചല്ല, ശ്രമിക്കാം. കവിതയ്ക്കുണ്ടോ അതിർവരമ്പുകൾ എന്ന അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ കവിതയുടെ ജാതി അതിർവരമ്പുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒന്നുകൂടി വിശദീകരിക്കാനുണ്ട് എന്ന് തോന്നുന്നു ഷീജ വക്കത്തിന്. അതൊന്ന് വിശദീകരിക്കാനുള്ളൊരു അഭ്യർത്ഥനയാണ്. കവിത എഴുതുന്നത് അല്ലെങ്കിൽ കവിത ചൊല്ലുന്നത് തന്നെ ഞാൻ എടുത്തു പറയുന്നില്ല. ലോകത്തിലുള്ള പല ജാതി മതങ്ങളിലും നിഷിദ്ധമായിരുന്ന കാലം ഉണ്ട്. നമ്മൾ ഇത്രയേറെ പുരോഗമിച്ച് ഇവിടെ വരെ എത്തിയിട്ടും സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് നിരന്തരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമന കാലത്തും പുരുഷന്മാർ മാത്രമായി കവിത ചൊല്ലുന്ന വേദികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്കൊപ്പം ഇരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പം ഇരിക്കേണ്ട എന്നുള്ള തീരുമാനങ്ങൾ ഉയരുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. ജാതിയും മതവും കവിതയിൽ ഇടപെടുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരവസരം തരികയാണ്. അതിലൊന്നും എനിക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാനില്ല. ഉണ്ട് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാനത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ എവിടെയും എൻ്റെ ജാതിയെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനമല്ല, വന്ന് പെടുന്നതാണല്ലേ, ഓരോ സാഹചര്യങ്ങളിൽ വന്ന് പെടുന്ന. നമ്മൾ ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ പിന്നിലുള്ള അപ്പൂപ്പന്മാരുടെ ജാതിവാലികളെ പോയി നോക്കി വന്നിട്ട് നമ്മളെ ആരെങ്കിലും സവർണരായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളാകേണ്ടതുണ്ടോ? അങ്ങനത്തെ ഒരു പ്രഖ്യാപനവും നമ്മുടെ ഇന്നത്തെ എഴുത്തിൽ കാണുന്നില്ല. ഈ എഴുതുന്ന ആളിൻ്റെ ജാതി എന്താണെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പലപ്പോഴും വിലയിരുത്തുന്നത്. കാപ്പിരിക്കുട്ടി എന്ന പേരിലൊരു കവിത മുമ്പ് റിപ്പബ്ലിക് പതിപ്പിൽ ഞാൻ എഴുതേണ്ടായി. അന്ന് കാപ്പിരിക്കുട്ടി എഴുതാൻ ഷീജ വക്കത്തിൻ്റെ ആവശ്യമില്ല, അതിനിവിടെ പറ്റുന്നവരുണ്ട് എന്നൊരു വാദം വളരെ ശക്തമായി അന്ന് ഉയർന്നു വരികയും അത് ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്യനെ കൂടി സ്വാംശീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതും വ്യത്യസ്തമല്ല. വേർതിരിവുകൾ ജാതീയം എന്ന് പറയുമ്പോൾ മറ്റു പലതിൻ്റെയും പേരിൽ വേർതിരിക്കപ്പെടാറില്ലേ മനുഷ്യർ? ബന്ധങ്ങളുടെ ഇടയ്ക്ക് നമ്മളത് അനുഭവപ്പെട്ടിട്ടില്ലേ? സൗഹൃദങ്ങളുടെ ഇടയ്ക്ക് പല കാരണങ്ങളും ഉണ്ട് മനുഷ്യർ ഒറ്റപ്പെടാറില്ലേ? ഒറ്റപ്പെടലിൻ്റെ വേദനയും അപമാനത്തിൻ്റെ വേദനയും ജാതിയിൽ നിന്ന് മാത്രം വരണം എന്നില്ല. ഒരുപക്ഷെ അത് കൂടുതൽ തീക്ഷ്ണമായിരിക്കാം. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി എഴുതാൻ ഇവരും മതി, അതിനെപ്പറ്റി എഴുതാൻ അവരും മതി എന്നുള്ള ഒരു തരത്തിൽ
അതിർവരമ്പുകൾക്കുള്ളിൽ പെട്ടുപോകരുത് കവിതയുടെ സ്വത്വം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ. എന്തെങ്കിലും ഉണ്ടോ? അന്തിക്കള്ള് തിരയാണ് കേട്ടോ. അത് പിന്നെ പറയാം. ചോദ്യം ഉണ്ടോ? ഇനി ചോദ്യം ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. ഇപ്പൊ കേട്ടപ്പം വളരെ സന്തോഷം തോന്നി. നിയതമായ സാഹിത്യ നിരൂപണ അക്കാദമിക സങ്കല്പങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്വന്തം അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും തലത്തിൽ നിന്ന് ഒരു വിശകലനം കേൾക്കുമ്പോഴുള്ള ഒരു സുഖം അങ്ങയുടെ സംസാരത്തിൽ തോന്നി. അതുപോലെ ഉറുമ്പ് എന്ന് പറയുന്ന രാജീവൻ്റെ ശ്രദ്ധേയമായ കവിതയെപ്പറ്റി പറയുമ്പോൾ ആ ഉറുമ്പിൻ്റെ ലോകത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നു. അവിടെ തന്നെ നമ്മൾ കാണുന്നു രാജീവൻ പലപ്പോഴും സാഹിത്യത്തെപ്പറ്റി പറയുമ്പോൾ, സംസ്കാരത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്ന വാക്കുകൾ കൂടി ഈ സന്ദർഭത്തിൽ ഓർത്തുകയാണ്. അതായത് സൂക്ഷ്മജീവികളും അതേപോലെ തന്നെ മണ്ണിനെയൊക്കെ മണ്ണിൽ ഏത് തരത്തിലാണോ മണ്ണിനെ പാകപ്പെടുത്തി റിഫൈൻഡ് ആക്കിയിട്ട് അതിൻ്റെ നാറ്റവും ഒക്കെ കളഞ്ഞ് അതിനെ സംശുദ്ധീകരിച്ച് റിഫൈൻഡ് ആക്കി മാറ്റുന്നത്, അതേപോലെ തന്നെ സംസ്കാരത്തെയും ഭാഷയെയും മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ മുഴുവൻ ഡൈനാമിസത്തെയും നിർണയിക്കുകയും അതേപോലെ തന്നെ സുഖകരമായിട്ട് റിഫൈൻഡായിട്ട് അത് നിലനിർത്തുകയും ചെയ്യുന്ന സാഹിത്യമാണ്, സർവോപരി കവിതയാണ് എന്ന ഒരു കാഴ്ചപ്പാട് രാജീവൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ ആസ്വാദനവും നമ്മളുടെ അനുഭവത്തിലൂടെയൊക്കെ നമ്മളിലൂടെ വരുന്ന കവിതകൾ പലപ്പോഴും നിയതമായ ഒരു ക്രിറ്റിസിസത്തിന് വഴങ്ങിയെന്ന് വരില്ല. പലപ്പോഴും നിരൂപണങ്ങളുടെ ധാരാളം കോട്ടിങ്സുകളൊക്കെ നിറച്ചുണ്ടാവുന്ന ഒരു നിരൂപണ ശാഖയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനുഭൂതിയുടെ ലോകത്ത് നിന്നുകൊണ്ടുള്ള ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. സമയമുണ്ടോ? കവിത ചൊല്ലാൻ സമയവും കവിത കേൾക്കാനുള്ള ആരോഗ്യവും നിങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അന്തിക്കള്ളും പ്രണയശാപം പഴയ കവിതയാണ് കേട്ടോ, 2-3 കൊല്ലമായതാണ്. ഈ കവിതയിലെ പരിസരങ്ങളൊക്കെ ശരിക്കും ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ ലോകം തന്നെയാണ്. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര നിഷേധിച്ചാലും ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ആ സാധനം കാണുമ്പോൾ ഒരു ടെംപ്ടേഷൻ, ഒരു പ്രലോഭനം ഉണ്ടാവും. അതുപോലെ സദാ തുറന്നിരിക്കുന്ന ഹൃദയത്തിലെ പ്രണയശാപ്പിനെ അതിജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ കൂടിയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. അതിനോട് ചേർത്ത് ഈ കവിതയെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് പ്രണയത്തെ പറ്റിയാണ് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇത് വായിച്ച ഒരാൾ എന്നോട് ചോദിച്ചു, ഷീജ നിഷേധിച്ചേക്കും, പക്ഷേ ഒരിക്കലും എന്താ പറയുക, എതിർക്കാൻ കഴിയാത്തൊരു പ്രലോഭനമായിട്ട് പ്രണയം ഷീജയെ പിന്തുടരുന്നുണ്ട് എന്ന്. ഷീജ നിഷേധിച്ചേക്കും. ഞാനെന്തിനു നിഷേധിക്കണം? ഞാൻ നിഷേധിച്ചിട്ടില്ല. അത് തന്നെയാണ് വാസ്തവം. അത് തന്നെയാണ് ഈ കവിതയുടെ അന്തസ്സത്തെ. അന്തിക്കള്ളും പ്രണയശാപം. തേരി കേറി ഇറങ്ങി വന്നു കലുങ്കിലെത്തുമ്പോൾ പായലിന്റെ കിളുന്തുമേനി തെളിഞ്ഞ നീർക്കുത്ത് ഓലവാരി വലിച്ചുടുത്തയലത്തു നിൽക്കുന്നു. പ്രേമലായനി നീട്ടി എന്നിട നെഞ്ചിലെ ഷാപ്പ്, പ്രേമലായനി നീട്ടി എന്നിട നെഞ്ചിലെ ഷാപ്പ്. കേറുകില്ല മറന്നതീ വഴി ഞാൻ വിലക്കുന്നു, കാലുകൾ മതിരാലയത്തിൻ നേർക്കു നീളുന്നു. കാലിബഞ്ചിലിരുണ്ട കോണിൽ പോയിരിക്കുന്നു, നാരകീയ വിഷത്തെ ഉൾക്കുത്തോടിറക്കുന്നു. ആറ്റുവാസി കാറ്റിളക്കിയ തെങ്ങിളങ്കൂമ്പിൻ പാൽപ്പരൂപം ചെത്തിവെച്ചതുപോലെ ഈ രാവ്. തേറുകൊണ്ടു മുറിഞ്ഞു തൂങ്ങിയ പൂങ്കഴുത്തിൽ നിന്ന് ഊറി ഊറി ഇറങ്ങി വീഴും ചോരക്കള്ള്. പ്രാണദാഹമടക്കുവാനീ പ്രേമപാനീയം ഞാനതിൻ പുളിനീരിൽ വീണു കുതിർന്നിടും കീടം. ആവിയായി കലരുന്നു നീ എൻ നീരൊഴുക്കിൽ, ഞാൻ നീന്തി നീന്തി നടക്കവേ ഉടൽ വെന്ത താറാവ്. ഏതു കാലം ഇതേതു ജീവിതമേതു ഭൂലോകം, നീ
വതഞ്ഞുയരുമ്പോഴാകമറിഞ്ഞിതേ ലോകം. മാതളപ്പൂഞ്ചില്ലയുള്ളൊരു ചേർമരക്കാട്, താമരക്കുളവും ചുമന്നു നടന്ന നട്ടുച്ച. ഈളം നുരയിൽ തെളിഞ്ഞു നിന്നിടം കണ്ണ്, പൊങ്ങിയും താണും വിഷക്കായ് പോലെ നിൻ കണ്ണ്. അന്ധമെന്നുയിരിൻ കരക്കടിയെ മുളയ്ക്കുന്നു, നിർനിമേഷമനേകമക്ഷികൾ പൂത്തൊരുൾക്കാട്. പൂവിലെയൊരുവായി വന്നൊരു നൂൽപ്പുഴുക്കുത്തേ, തേൻ കനിക്കകമേ വിരിഞ്ഞൊരു പ്രാണിതൻ കുഞ്ഞേ. നീ തുരന്നു പുറത്തിറങ്ങിയ മാളമാണുള്ള്, ഞാനതിന്മേലെ പൊതിഞ്ഞൊരു പാഴ്പ്പുറന്തോട്. സാഗരം ശില പോൽ ചുഴറ്റും വേദനക്കാറ്റിൻ, ഏറിൽ വീണുടയുന്ന കണ്ണീർ ചീളുകൾക്കുള്ളിൽ ഞാൻ നുറുങ്ങിയൊരായിരം തരിയായടിഞ്ഞാലും, പ്രേമപാനീവൾ സ്വയം കരൾ വാടി വീണാലും. ആടിയാടി വരുന്നു വീടു തിരഞ്ഞിതാ വീണ്ടും, നാലുകാലിലിഴഞ്ഞു നാവു കുഴഞ്ഞൊരീ ഷാപ്പ്. നീ കുടിച്ചു മരിക്കുകെന്നു പിടിച്ചെടുപ്പിക്കും, കാലി ഗ്ലാസു നിറച്ചു നീട്ടും നെഞ്ചിലെ ഷാപ്പ്. നീ കുടിച്ചു മരിക്കുകെന്നു പിടിച്ചെടുപ്പിക്കും, കാലി ഗ്ലാസു നിറച്ചു നീട്ടും നെഞ്ചിലെ ഷാപ്പ്. സ്വന്തം കാവ്യജീവിതത്തെ അത്രയും സാർത്ഥകമാക്കി ആവിഷ്കരിച്ച ഈ സെഷനോടുകൂടി ഉച്ചക്ക് മുമ്പുള്ള നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നു. ഷീജ വക്കത്തിനും സദസ്സിനും നന്ദി. പ്രിയമുള്ളവരെ,